ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാക്ഷനാണ്. ARM അജയൻ്റെ രണ്ടാം മോഷണം സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ 6 മണിക്ക് വരും എന്ന് പറഞ്ഞു, പറ്റിച്ചു. 8 മണിക്ക് വരുമെന്ന് പറഞ്ഞു, പറ്റിച്ചു. എന്നിട്ട് 9 മണിക്ക് ഇത് പുറത്തുവിട്ടു. ആ സമയത്ത് നമ്മൾ വീട്ടിൽ പോയി അത് വരെ കുത്തിയിരുന്നു. സത്യമായിട്ട് കേട്ടോ, 6 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ട് 5:45 മുതൽ 6:15 വരെ ഇരുന്നു. അപ്പോഴാണ് പോസ്റ്റ് കണ്ടത് 8 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ 8 മണി അത് നമ്മുടെ തെറ്റാ. 3 മണിക്കൂർ മുന്നേ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ 8 മണിക്ക് കൺഫേം ആയിരുന്നു തിങ്ക് മ്യൂസിക്കിൽ സാധനം വരുമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്, കാണാം. ആകാശത്തു നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കൽ, കാറ്റിനെക്കാളും വേഗത്തിൽ, മിന്നലിനേക്കാളും പ്രകാശത്തിൽ നമ്മൾ ഈ ഹരിപുരത്ത് വന്നു വീണു. വടക്ക് ഹരിപുരം ഭാഗത്ത് ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളെ തറവാട്ടിലെ കടറെ കുറിച്ചാണ് ആ പറഞ്ഞു. നാടായ നാടുപറ്റും കട്ടുമുടിച്ച് നടക്കുന്നവരെ കൂടെ തലയുറപ്പിച്ച് നടക്കാൻ പറ്റാണ്ട് നോക്കി നിന്നോളണം. ഓൻ ഏലിയും വരും, ഒന്നിട്ടായാലും മതിയില്ല. ഹലോ, ഞാൻ കണ്ടിട്ടുള്ളൂ. അത് സ്വർണത്തിനേക്കാളും മൂല്യണ്ടായി പോലെ എന്റെ ആകാശവും മണ്ണെല്ലാം ശ്വസിക്കുന്ന വായുവിന് വരെ ആളെ പിടികിട്ടൂല. ഇന്ന് കളവിന്റെ രാത്രിയാ. കള്ളന് വിചാരിക്കാത്ത നേട്ടാ സ്ഥലം. പത്തൊന്നാട് ഓർക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കാണാം. രാജാവിന്റെ ചതുരന്റെ കളിയിൽ കുട്ടിയില്ലാതെ കുറെ ചാവേറുകളുണ്ടാവും. ഞാൻ കളിക്കുന്ന ഈ കളിയില് ചാവേറാണ്. രാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് നിന്റെ ചോരന്റെ കുണം കൊണ്ടാണ്. ഒരു നാടിനെ ജയിച്ച കള്ളനാണ് സാധാരണ എല്ലാവരും മനുഷ്യന്റെ സ്ഥലങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ. വഴിയിലെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ലേ ചെയ്ത് കഴിയും. എന്നാ പോലീസിനെ കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായിരുന്നു? ഓണർ റിലീസ്. ഓക്കേ, ആഹാ, ഞാൻ കണ്ട് മതി മറന്നിരിക്കുകയായിരുന്നു. ഞാനും അത് തന്നെയായിരുന്നു അവസ്ഥ. എന്താണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ കള്ളന്റെ ക്യാരക്ടറല്ലേ, അതാട്ടോ മണിയൻ. അത് ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ട മണിയനാണ് അല്ലേ. പക്ഷെ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുമ്പോൾ അജയനായിരിക്കും ഇതിൽ മെയിൻ. തീർച്ചയായിട്ടും ഇതുവരെ ഈ കഥ എവിടെയാണ് എപ്പോഴാണ് പറയുന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അതായത് അന്നത്തെ ഈ കഥയിലെ പ്രസൻറ്റിൽ ഉള്ളത് അജയനായിരിക്കും. അപ്പോൾ അജയൻ്റെ കാര്യത്തിൽ ഇവർ പറഞ്ഞു കൊടുക്കുന്ന ചില കഥകൾ അതായിരിക്കും കുഞ്ഞിക്കേളുവിൻ്റെയും മണിയൻ്റെയും. തീർച്ചയായിട്ടും ആ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കഥകൾ തന്നെയാണ്. അപ്പോൾ ആ 2 പോർഷൻസും അങ്ങനെ വരുന്നതായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് മണിയനല്ലേ. കുഞ്ഞിക്കേളു ലുക്കിലൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ആ മറ്റേ പയറ്റുന്ന സംഭവങ്ങളില്ലേ, വാൾപ്പയറ്റ്, അതിന് ഇവര് സ്ലോ ആക്കിയത് അല്ലെ സ്ലോ മോഷൻ ആക്കിയത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാണോ അറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ, അത് നാടകത്തിലൊക്കെ ചെയ്യൂലേ അങ്ങനത്തെ ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അത് ചിലപ്പോൾ ഇവർ ഈ സ്ലോ മോഷത്തിൽ കൊണ്ടുവന്നിട്ട് പിന്നെയും അത് സ്പീഡാക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ആ സ്ലോ മോഷൻ കാണിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്തുള്ള ആർട്ട്, അതായത് ഫ്രെയിമിൽ ഭയങ്കര ബ്ലാങ്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എന്തൊക്കെ കുറവ് ഫീൽ ചെയ്യുക സത്യമായിട്ടും. അതെന്താണെന്നാണ് ഉദാഹരണം പറയാം. അപ്പോൾ എന്താണ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വേണ്ട വിധം ബഡ്ജറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഒപ്പിക്കുന്ന പരിപാടിയില്ലേ, അങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ വെറുതെ തോന്നുക.
അത് നമുക്കുള്ളിൽ തോന്നുന്ന കേട്ടോ. ആ ഒരു ഫൈറ്റിന്റെ സമയത്ത് അതൊരു കടലോരത്താണോ? അതൊരു മരുഭൂമി അല്ല മണൽത്തിട്ടയിലാണ് സംഭവം നടക്കുന്നത്. അതിന്റെ ഒരു എഫക്റ്റ് കൊണ്ടായിരിക്കാം ചിലപ്പോ കേട്ടോ, അത് ആ കാണിക്കുന്ന സീനിന്റെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തോന്നുന്നത്. സിനിമയിലേക്ക് അത് ചിലപ്പോൾ അടിപൊളിയായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് കാണുമ്പോൾ അത് എന്തൊക്കെയോ കുറവുള്ള ഫീല് നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പത്തെ അജയനെ കാണിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അദൃശ്യജാലകളിലെ ടോവിനോന്റെ അത് ആ സെയിം ലുക്കും അതേ നൃത്തവും ഒക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണെങ്കിലും ആദ്യത്തെ സിനിമയാണ് ജിതിൻ ലാലിന്റെ, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഗംഭീരം ആവട്ടെ, അതാണ് നമുക്ക് പറയാനുള്ള. എനിക്ക് ട്രെയിലർ വരുന്നതിന് മുൻപ് വരെയുള്ള പ്രതീക്ഷ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇത് ഒരിക്കലും മോശം ട്രെയിലർ അല്ല തന്നെ. ഇത് പറ്റ മോശം എന്ന് പറയാനും പറ്റില്ല. എന്നാ ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ, അതായത് ചില പേടിപ്പിക്കൽ ഉണ്ടാവുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ. എന്നാ മറ്റേ മണിയന്റെ ചില സീനുകൾ കാണിക്കുമ്പോഴാണെങ്കിലോ ഭീകരായിട്ടോ ആ ഓടുന്നതൊക്കെ അല്ലേ, ആ സമയത്ത് ലൈറ്റ് എല്ലാം ഓഫ് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഈ ഒടിയൻ പരിപാടിയില്ലേ, ചെറിയ ഒടിയൻ ഇതുള്ളതാണെന്ന് തന്നെ തോന്നുന്നുണ്ട്. ആ കള്ളൻ, അന്നത്തെ കള്ളന്മാർക്ക് ഭയങ്കര വേഗതയും പിന്നെ പല രീതിയിലുള്ള ട്രിക്സുകളൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു അവിടുത്തെ മേക്കിങ്ങും കാര്യങ്ങളും അതിൻ്റെ സ്പീഡും സ്റ്റൈലും ഒക്കെ സൂപ്പറാണ്. അത് ഗംഭീരമായിട്ടുണ്ട്. ഇനി സത്യമായിട്ട് പറയാ, എനിക്ക് തോന്നിയത് തന്നെ കേട്ടോ, അവരെ ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നതിന്റെ കുറച്ച് ഒരു പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ആ ഭാഗത്ത് വരുമ്പം ഒരു പ്രശ്നവും നമുക്ക് തോന്നുന്നില്ല. അവിടെ നല്ല സ്പീഡിലാണ് ഈ സാധനം പോകുന്നത്. പക്ഷെ തുടക്കം കാണിക്കുമ്പോൾ ഈ കുഞ്ഞിക്കേളുവിനെ കാണിക്കുന്ന സമയത്ത് ഫുള്ള് സ്ലോ മോഷനിലാണ് ഈ കാണിച്ചു പോകുന്നത്. അതേപോലെ തന്നെയാണ് അജയന്റെ ആ മറ്റേ വടി കറക്കിയിട്ടുള്ള ആ സാധനത്തിലൊക്കെ ആ സ്ലോ മോഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു കുറഞ്ഞതുപോലെ. പക്ഷെ മറ്റത് അത് എഫക്റ്റീവ് അല്ല. അതാ പറഞ്ഞേ, നമ്മളോട്ടൊരു ശരിക്കും ഇങ്ങോട്ട് അടിക്കുന്നത് പോലെ അല്ലാതെ വെറുതെ അഭിനയിക്കുന്നത് പോലെ, നാടകം പോലെ കൊണ്ടിങ്ങനെ വെക്കുന്ന പോലെ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫീൽ. അത് ആ സ്ലോ മോഷനിലായതിന്റെ പ്രശ്നം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിൽ ചിലപ്പോൾ അത് ഭയങ്കര രസമായിരിക്കും, നമുക്ക് എഫക്റ്റ് ചെയ്യും. ഇത് ഈ ട്രെയിലറിൽ നമുക്കത് തീരെ അങ്ങോട്ട് ഒരു സൂം കിട്ടുന്നില്ല. ബാക്കി ഒരു രക്ഷയില്ല, ബാക്കി ഗംഭീരമായിട്ടുണ്ട്. ഈ ആർട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ സമയങ്ങളിലുള്ള ആർട്ടാണ് പ്രശ്നമുള്ളൂ. പക്ഷെ മണിയന്റെ എന്താണത് ആ ഒരു സംഭവം എന്തോ ഒരു ഇത് അങ്ങ് പ്രസ് ചെയ്യുന്നില്ലേ, അത് എന്തോ ഒരു ട്രഷർ ഹണ്ട് സംഭവം എന്തോ ആണ്. അത് വലിയ ഒരു കൊട്ടാരം, അവിടെ എന്തൊക്കെയാ വലിയ വിശേഷപ്പെട്ട സംഭവം നടക്കുന്നു. ആ സമയത്ത് മണിയൻ വന്ന് മോഷണം നടത്തുന്നു. ആ മോഷണം പോലെ തന്നെ അജയൻ പിന്നീട് പ്രസന്റില് മോഷണം നടത്തുന്നു. അതാണ് നമ്മൾ കണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ആ കുറെ വെളിച്ചം നമ്മുടെ ഈ എന്താ അതിന് പറയാ, കത്തുന്ന ജന്തുക്കൾക്ക് മിന്നാമിന് കത്തുന്ന ജന്തു കത്തിച്ച് ഇങ്ങനെ ഒരു വഴി കാട്ടി കൊണ്ടുപോകുന്നുണ്ടല്ലോ, ആ വെളിച്ചത്തിൽ പോകുന്നുണ്ടല്ലോ. അതൊക്കെ ആ ഏരിയയിലേക്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ആയിരിക്കും. അതിനകത്ത് അവര് തുടക്കത്തിലേ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു മോളിൽ നിന്നൊരു സാധനം വീണു എന്ന് പറയുന്ന സാധനം. അതെന്തോ അതിനകത്ത് കഥയിൽ പറയുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. അത് സംബന്ധം അതെനിക്ക് മനസ്സിലായത് ഈ ഒരു വിശേഷപ്പെട്ട ദിവസത്തിൽ ഇങ്ങനെ സംഭവിക്കും. അന്ന് ഇവർക്ക് എന്തോ ഒരു പ്രോഗ്രാം, എന്തോ ഒരു ആചാര പരിപാടി എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ആ നാട് മൊത്തം ഒരു സ്ഥലത്തായിരിക്കും. അപ്പൊ അന്ന് നടക്കുന്ന കളവ് അതാണ് പിൻകാലത്ത് നടക്കുന്നത്. അപ്പൊ അജയന്റെ രണ്ടാം മോഷണം ആവുന്നത് തന്നെ അത് നാടിന് വിജയിച്ച കള്ളനാണ്. ആര്? മണിയൻ. അപ്പൊ മണിയന് ചിലപ്പോ പക്ഷെ ഭയങ്കര സക്സസ് ആകാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നാൽ അതിനൊക്കെ മറികടന്ന് ഈ സംഭവം എടുക്കുന്ന ആള് അജയനായിരിക്കും. ആള് സാധുവും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആളുടെ മുന്നത്തെ, അതായത് അച്ഛൻ്റെയും അങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും കഴിവ് കണ്ടിട്ട് ആള് കുറച്ച് സ്ട്രോങ് ആവുന്നു. പിന്നെ അതിനുശേഷം ഈ കളരി സംഭവം പഠിക്കുന്നു, ശേഷം കളവ് നടത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, എന്തായാലും എനിക്ക് തുടക്കത്തിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിക്കേളു എന്ന് പറഞ്ഞ ക്യാരക്ടർ, കുഞ്ഞിക്കേളു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്, അതായത് അന്നത്തെ രാജാവ് വിളിച്ചു വരുത്തുന്ന പോലെയാണ്. അതായത് അവിടെ ഒരു കളരിയാശാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാളെ എനിക്ക് തോന്നുന്നു എന്തിനോ കാവല് നിർത്താൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ട്, അതാണ് ഈ സാധനം. അതാണ് മണിയൻ കക്കുന്നത്. അതായത് അന്ന് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്ന, അതാണ് ആദ്യത്തെ കാലഘട്ടം കുഞ്ഞിക്കേളു. അതായത് ഇവര് എന്തോ ഒരു വലിയ നിധി പോലെ ഒരു സംഭവം എവിടെയോ വെച്ചിട്ട് അതിന് ഒരാളെ കാവലുന്നതും, അതിനുശേഷം ആളെ ജയിക്കുന്ന രീതിയിൽ, അതായത് മണിയൻ ഒന്നെങ്കിൽ ആളുടെ കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം. അപ്പോൾ ആ ഒരു സിസ്റ്റം അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ
അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് അതിന് ശ്രമിക്കുന്നതും അപ്പോൾ അവിടെ പരാജയപ്പെടുന്നു. എന്നാൽ മണിയനെ വിജയിക്കുന്ന ജയൻ അല്ല അജയൻ ഇങ്ങനെയാണ് എന്താണെങ്കിലും കണക്ഷൻ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ സംഭവങ്ങളൊക്കെ. നല്ല തീമാണ് ഈ സാധനം ഒന്ന് ഈ ഒരു എഫക്റ്റ് ഒന്ന് മാറി തിയേറ്ററിൽ ഭീകരമാണെങ്കിൽ അതെ അത് കണ്ട ആൾക്കാരൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ലെന്നാണ് കേട്ടോ. നമ്മൾ ഈ ട്രെയിലർ വെച്ചിട്ടാണ് ഈ വിലയിരുത്തുന്നത്. സിനിമ കണ്ട ആൾക്കാരൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സാധനം എന്നാണ് പറയുന്നത്. മുംബൈയിൽ ഈ സാധനത്തിന്റെ പ്രിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഭയങ്കര റെസ്പോൺസ് ആണ് വന്നിട്ടുള്ളത്. അതായത് മലയാളത്തിലെ 300 കോടി അടിക്കും എന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞിട്ടുള്ളത്. കാരണം 200 കോടി മറ്റേ മഞ്ഞുമേൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അതിന്റെ മുകളിൽ ഇപ്പൊ എപ്പോഴും പറയുമ്പോൾ 100 കയറ്റി പറയണല്ലോ, ഇനി 300 അടിക്കണല്ലോ. അപ്പൊ അതായത് ഫസ്റ്റ് 300 വരാൻ പോണ സിനിമ അജയന്റെ മോഷണമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഗംഭീര സിനിമ ആവട്ടെ. നല്ല തീമാണ്, നല്ലൊരു പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് മണിയന്റെ, തീർച്ചയായിട്ടും ഞാനും അത് തന്നെയാണ്, ആ ഒടിയൻ, നമ്മൾ ഒടിയന്റെ ശരിയായ പതിപ്പ് കാണാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ സ്പീഡും ചടുലതയും കൺകെട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ടിം എന്ന് പറഞ്ഞിട്ട് പോവുക, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അതൊക്കെ എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും തകർക്കട്ടെ. ടോവിനോന്റെ അത്രയ്ക്കും ടോവിനോ എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം അതിന്റെ ഓരോ ഇത് കാണുമ്പോഴും നമുക്കറിയാം അതിലേക്ക് വരണമെങ്കിലുള്ള ബുദ്ധിമുട്ട് ഭയങ്കരം തന്നെയാണ്. ഒരേ സിനിമയിൽ 3 കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ. പിന്നെ എനിക്ക് സ്ലാങ്ങിൽ എന്തോ പ്രശ്നം ഫീൽ ചെയ്തത്, സ്ലാങ് ഓരോന്നിലും മാറ്റമുണ്ട്. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരേ സിനിമയിൽ തന്നെ ഓരോ കാലഘട്ടമാണ്. അപ്പം ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തണം, അതിനനുസരിച്ച് മറ്റേ മേക്ക് ഓവർ വരണം, മുടി വളർത്തണം, മറ്റേ താടി വളർത്തണം, എല്ലാം ഓരോന്നിലും ഓരോ വ്യത്യസ്തമായ ഇതിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അത് എഫേർട്ട് അല്ലാണ്ട് വേറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇതൊക്കെ സിനിമക്ക് ഗുണം ചെയ്യട്ടെ, നല്ല സിനിമയാവട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുന്നു. അപ്പോൾ പോവാം, തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.